അസ്സലാമലൈക്കും, വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇവിടെ എല്ലാവർക്കും സുഖം. അപ്പോൾ നമുക്ക് പറയാം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് മസാലയാണ്. ബീഫ് കൊണ്ടുള്ള ഐറ്റം നമ്മൾ ട്രൈ ചെയ്തിട്ട് കുറേ നാളായല്ലേ. നമുക്ക് ബീഫ് കൊണ്ട് ട്രൈ ചെയ്യാം, നല്ലൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 1 കിലോ ബീഫ് എടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത് ഇത്രയും ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 4 വിസിലടിക്കുന്നത് വരെ വേവിക്കുക. നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ബീഫിൽ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് കുക്കറിൽ 4 വിസിലാവുന്നത് വരെ വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം, ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉലുവ ഇടുക. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. കറിവേപ്പില നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 സവാള അരിഞ്ഞത് ഇടുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ. നമ്മൾ ഉപ്പിടുന്നത് സവാള നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 4 പച്ചമുളക് കീറിയതിടുക. പച്ചമുളക് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. ഈ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് ഇളക്കുക. ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബീഫ് 4 വിസിലെല്ലാം കേട്ട് നല്ല വെന്തിരിക്കുകയാണ്. ബീഫിൻ്റെ ആ ചാറും എല്ലാം കൂടെ എടുത്ത് ഈ ഉള്ളിയുടെ ഇതിലോട്ട് ഇടുക. നമ്മൾ ഈ മസാല ഇട്ട് ചേർത്ത് വെച്ചേക്കുന്ന വഴറ്റിയതിൻ്റെ അതിലോട്ട് ഇടുക. അതൊരു 10 മിനിറ്റ് ശേഷം ഗരം മസാല ഇടുക. ഞാനിവിടെ സ്വന്തമായിട്ട് പൊടിച്ച് ഗരം മസാലയാണ് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുക. നമ്മളെ ബീഫ് ഓൾറെഡി വെന്തെല്ലാം കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ആ മസാലകളിലൊക്കെ ചേർന്നൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് 20 മിനിറ്റ് വേവിക്കുന്നത്. അതിനുശേഷം കറിവേപ്പിലയും മല്ലിയിലയും വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കുറച്ച് മല്ലിയിലയും കുറച്ച് കറി ലീവ്സും പിന്നെ നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി ഇടാം. നല്ല സൂപ്പറാണ്, വെരി ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അഥവാ ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഷുവറാണ്. Okay, bye from Ichu's World. Thank you.